കഴിഞ്ഞ രാത്രിയാണ് ഞങ്ങളെല്ലാവരും പേടിച്ച ഒരു കാര്യം സംഭവിച്ചത്. ആത്മാവിനെ പിന്തുടർന്ന് ഞങ്ങൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എന്നിട്ടും ഞങ്ങളതിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അതിൻ്റെ കാരണം ഹാരിസാണ്. ഹാരിസിനെ കാണാതായിട്ട് ഇന്നേക്ക് 5 ദിവസമായിട്ടുണ്ട്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവന് വേണ്ടിയാണ് ഞങ്ങളീ കഷ്ടപ്പെടുന്നതൊക്കെ. കഴിഞ്ഞ ദിവസം ആത്മാവ് രാത്രി പോയത് വീടിൻ്റെ തെക്ക് വശത്തുള്ള കിണറിൻ്റെ സൈഡിലേക്കാണ്. അവിടുന്ന് അത് എന്തോ എടുക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷെ അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാനായി ഇന്ന് ഞങ്ങൾ വീണ്ടും അവിടെ കുഴിച്ചു നോക്കുകയാണ്. പക്ഷെ അവസാനം അത് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്, നമ്മൾ പകൽ നോക്കിയപ്പോ സാധനം കണ്ടില്ല. ഈ രാത്രി 12 മണിക്ക് നോക്കിയപ്പോ ഇത് കണ്ടോ ഇവിടെ കൊട്ടിയൊക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഒരവസ്ഥയാണ് ഇരുന്നിട്ട് ഇന്നലെ രാത്രി ഞങ്ങളുടെ ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറാൻ പേടിയാട്ടാ. ഇന്നലെ രാത്രി നമ്മൾ ഏകദേശം ആ ഒരു ഭാഗത്താണ് നമ്മളെ ഇന്നലെ രാത്രി ഒരു ആത്മാവ് അവിടെ പോയിട്ട്, ആത്മാവാണോ ഹാരിസാണോ ഒന്നും ഒരു ഉറപ്പില്ല. കാരണം മുഖം നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഹാരിസുമായിട്ട് ഒരു സമയമില്ല. പക്ഷെ സൈഡ് നോക്കുമ്പോ ആരിസായിട്ട്, വേറെ സൈഡ് നോക്കുമ്പോ വേറൊരു പെണ്ണിന്റെ രൂപം. അതെ, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തത്, എല്ലാ ധൈര്യം സംഭരിച്ചിട്ടാണ് അവർക്ക് ചെയ്യണതും കാട്ടിക്കൂട്ടണതൊക്കെ. ഞങ്ങൾ അതിന്റെ പിന്നാലെ പോവുകയാണ് ഇന്നലെ ചെയ്തത്. പക്ഷെ അത് ഏറ്റവും വലിയ പൊട്ടത്തിലായി പോയി. പലയിടം പറഞ്ഞത് നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ അതിന് പിന്നാലെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണ കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞങ്ങൾ അതിന് പിന്നാലെ പോയത്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണായിരുന്നില്ല. ഇവിടുന്ന് റൂമിൽ നിന്ന് ഞങ്ങൾ അതിനെ കണ്ടപ്പോഴൊന്നും ഞങ്ങളെ ആക്രമിക്കൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടെ പോയി. ഇവിടുന്ന് ലൈറ്റൊക്കെ ഇട്ടൊക്കെ നിങ്ങൾ കണ്ടാണ്. അതിനുശേഷം നമ്മൾ നേരെ ആ കിണറിൻ്റെ അപ്പുറത്ത് പോയി നോക്കിയപ്പോഴാണ് അത് ആ ഒരു ഭാഗത്തു നിന്ന് എന്തോ ഒരു സാധനം എടുക്കണമായിട്ട് കണ്ടത്. അതറിയണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തെടുത്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ എടുത്ത ഭാഗത്തുനിന്ന് മാന്തി വെക്കണം. അത് മാന്തിയെ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നുള്ളത്. അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു ഇതായിരിക്കും. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടാണ് ആ സാധനം അവിടുന്ന് എന്തോ ഒരു സാധനം എടുക്കണത്. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ പോയി നോക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്കായിട്ട് പോകണത്. ഏകദേശം ഈ കിണർ ഇന്നലെ ഞങ്ങൾ വന്നത് ഏകദേശം ഇതേ വഴിയിലാണ്. ഇതേ വഴിയിൽ വന്നു, ഇതേപോലെ തന്നെയാണ് ആ രൂപം പോയത്. കറക്റ്റ് തന്നെ കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ വന്നു. ഞങ്ങൾ അവിടെ സ്പോട്ട് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഇന്നലെ മാന്തിയത്. ആ അരുവില അവിടെയാണോ? ആ മതിലിന്റെ അരുവിലാണോ അപ്പുറത്താണോ? ഇല്ലടാ, ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ്. എന്തെങ്കിലും ഇവിടെ മൊത്തം കച്ചറായിട്ട് കിടക്കാട്ടാ. അതായത് ഈ സ്ഥലങ്ങൾ നോക്കിയത് ഇവിടെ ഒരു കിണറുണ്ട്, ഒക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഡേഞ്ചർ സീന്. ഉള്ളിൽ തെങ്ങൊക്കെ ഉണ്ട്. എന്തെങ്കിലും മാന്ത എന്തെങ്കിലും കമ്പ് എന്തെങ്കിലും ഉണ്ടോ? ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇന്നലെ മാന്തിയത്. അറ്റാള് മാന്തിയത് കണ്ടേ നമ്മളെന്തെങ്കിലും കമ്പ് ഇങ്ങനെ മാന്തിട്ട് നിർത്തില്ലേ? അതെ, ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ്. പക്ഷെ കുറെ താത്തിട്ടൊന്നുമില്ല. എന്തൊക്കെ വേസ്റ്റ് ആണല്ലോ അല്ലേ? എന്താ ഗന്ധ, അത് ഒരുപാട് നല്ല സ്മെല്ലുണ്ട് അല്ലേ? ഇതൊക്കെ സ്മെല്ലടിക്കുന്നുണ്ട്. ഒരു വൃത്തിയായിട്ടൊരു മണം വരുന്നുണ്ട് കേട്ടോ. മോടിക്ക അതിൻ്റെ ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ല് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസം ആ സാധനം നോക്കിയ സമയത്ത് ഒരു 2-3 വട്ടം ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ ആ കയ്യിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം കിട്ടിയിരുന്നു. അപ്പോൾ ഉണ്ണിയേ ഒരു മാർഗമുള്ളൂ, കഴിഞ്ഞ ദിവസം അത് വന്ന അതേ സമയത്ത് ഒന്ന് നോക്കിയാലോ. ഈ സ്മെല്ല് അടിക്കണോടത്ത് രാത്രി വരാൻ നിൽക്കണോ? പക്ഷെ അന്ന് നമ്മൾ വന്നപ്പോൾ സ്മെല്ല് ഉണ്ടായില്ലല്ലോ. ഇല്ല, അത് മാന്തിയായിരുന്നു. ഇപ്പൊ ഞമ്മള് പകല് വന്ന് നോക്കുമ്പോ ഒന്നുമില്ല, സ്മെല്ല് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ രാത്രി കാത്തിരിക്കണോ? രാത്രി കാത്തിരുന്ന ചിലപ്പോ എന്തെങ്കിലും കിട്ടിയാലോ? ഞാൻ റെഡിയാ, ഏതായാലും ഇറങ്ങി തിരിച്ചു.
അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ ഇന്ന് രാത്രി ഞങ്ങളൊന്ന് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതോടുകൂടി ഒരു അവസാനവും. ഇന്ന് രാത്രി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒന്നുമില്ല, ഇന്ത്യ എന്റെ അവസാനം തന്നെ ആയിരിക്കും മിക്കവാറും, അതിന്റെ ലക്ഷണം തന്നെ മിക്കവാറും ചിലപ്പോൾ അതാവും. രാത്രി ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വീണ്ടും നമ്മളെ റൂം ഒന്ന് കാണിച്ചത് പൂട്ടിയിട്ടാട്ടാ. ഈ റൂം ഞങ്ങൾ പൂട്ടിയിട്ടിട്ടുണ്ട്. കാരണം ഇതിനുള്ള ആ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പൂട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റേ സ്ഥലത്ത് പോയിട്ടൊന്ന് വണ്ടി നോക്കി വെക്കാം അല്ലേ? വാ വാ. ടോർച്ച് എടുത്തണേ ജെ? ടോർച്ചുണ്ട്. ഈ ഒരു മെഴുകുതിരി എപ്പോൾ തീരാന്നൊന്നും പറയാൻ പറ്റില്ല. ഈ കിണർ ഡേഞ്ചർ കേട്ടോ. ഇതിവിടെ എവിടെയും വെച്ചാലോ, കത്തിച്ച് വെച്ചാലോ? നമ്മളപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ട് നമ്മൾ വീണ്ടും നോക്കാൻ പോണേ. വീട്ടിൽ നോക്കി നോക്കല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ സമയത്ത് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി നോക്കുകയാണ്. അതാണ് കാണിച്ചു. അന്ന് നമ്മൾ നോക്കിയപ്പോ അതേ പൊട്ടിയ പടം അത് കണ്ടില്ല. നമ്മള് പകൽ നോക്കിയപ്പോ സാധനം കണ്ടില്ല. ഈ രാത്രി 12 മണിക്ക് നോക്കിയപ്പോ ഇത് കണ്ടോ? പൊട്ടി അതേ കൊടാണ് ഈ കിടക്കുന്നത് കേട്ടോ. നോക്കിയത് പക്ഷെ ഇതിന് മുകളിലൊരു തുണി ഉണ്ടായിരുന്നു. തുണി കാണാനില്ല. തുണി ഇപ്പൊ കാണാൻ ചേട്ടാ. നമ്മൾ എടുത്തു നോക്കണേ. ഇവിടെ കുട്ടിയൊക്കെ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിട്ട് കുട്ടിയൊക്കെ നോക്കിയത് ഉണ്ടല്ലോ. അതിന്റെ ഉള്ളില് എന്തൊക്കെയോ സാധനങ്ങൾ കാണാം. പക്ഷെ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ കുട്ടിയൊക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അത് നോക്കാം. എന്താ എന്താ അച്ഛാ? അത് ഒഴിവാക്കി ആ കൊട ഒഴിവാക്കി. മാറി നിൽക്കാം. അത് വരുന്നേ. ഞാനോട് പറഞ്ഞ് എടുക്കണ്ടെന്ന്. അങ്ങോട്ട് മാറ്. അടിക്ക് കൊടാടെ കൊണ്ടേ വെക്ക് പൊന്നാലോ. കൊണ്ടേ വെക്ക്. അത് പേടിച്ചാ വരുന്നേ. അതിന് വേണ്ടി പോയി നോക്കണം. മച്ചാ കൊട കൊണ്ട് ഞാൻ കൊണ്ടേ വെച്ചെടുത്തു. എന്താ ചെയ്യണ നോക്കട്ടെ. കല്ലെടുത്ത് എറിഞ്ഞല്ലോ. ഒന്ന് നിക്ക്. എന്താ ചെയ്യുന്ന നോക്കട്ടെ. ചെണ്ടാക്കരുതിട്ടാ. മേലെ കയറിയാലോ? ഇടുവാ. ഓട്. എനിക്ക് വയ്യ. അങ്ങോട്ട് കേറ്. കാണിച്ചു മതി നിർത്തടാ. പോവാ. ഇനി ഇവിടുന്ന് ഓടാൻ പറ്റൂലട്ടോ അച്ഛാ. ഇവിടുന്ന് ഇനി ഓടാൻ പറ്റൂലട്ടോ. നമ്മൾ അറിയിരിക്കും. അത് അതിനിപ്പോ മനസ്സിലാവുണ്ടോ? മാറി നിക്ക്. ഇങ്ങോട്ട് വാ. അതാണോ വിചാരിച്ച് അതിനു വേണ്ടിയിട്ട് ഓടി വന്നു.
പോലെട്ടാ പോലെ പോലെ പോലെ. എവിടേക്ക് പോണേ ഞാൻ? എവിടേക്ക് ജി പോണത്? കണ്ടില്ലേ, അനുഭവിച്ചില്ല. ഇഞ്ഞു തേടി പോവാൻ നിക്ക. ചെല്ല്, ഈ സ്റ്റെപ്പൊക്കെ ഓടി കയറി രണ്ടാളും പടിയാ. ഇനി എനിക്ക് ചെല്ലണം. അതിന്റെ ആ സാധനത്തിന് അതിന്റെ സൗണ്ട്, ആ സ്മെല്ലോ സൗണ്ട് എന്തോ ഒരു സാധനം കിട്ടുന്നുണ്ട് കേട്ടാ. ഞങ്ങൾ ഈ സ്റ്റെപ്പ് മൊത്തം കയറിയിട്ട് ഇവിടെ വന്നിട്ട് ആ സാധനം ഞങ്ങളെ ഫോളോ ചെയ്തിട്ട് ഇതുവരെ വന്നടാ അല്ലേ? ഇതുവരെ വന്നത് ഞങ്ങൾ ആ സാധനം ഇവിടെ വെച്ചിട്ടില്ലാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങളെ ഇവിടുന്ന് താഴ്ച. ഇന്നോട്ട് നീ മണ്ടി ചെല്ലേ, അതിന്റെ അടുത്തേക്ക് ചെല്ലേ. ആരിസാണെന്ന് പറഞ്ഞു കൂടി ചെല്ലേ. അത് ആരിസല്ല, ആരിസല്ലാന്ന് 10,000 വട്ടം ഞാൻ പറഞ്ഞു. നീ ചെല്ലാണ് ചെല്ലേ. റൂമിൽ നിന്ന് അന്നെ ഞാൻ വിളിച്ചെത്തി, എന്നെ രക്ഷിച്ചു. വീണ്ടും ഇപ്പൊ കിട്ടി. ഇന്നിക്കൂടെ പറ്റൂല. അത് കൊല്ലക്ക. ഇത് നമുക്ക് ആരെങ്കിലും കണ്ടാൽ ഇത് എന്ത് കണ്ടാലും എന്തായാലും ഇത് തീർക്കാൻ പറ്റുന്നു. എന്ത് കണ്ടാലും എനിക്ക് രാത്രി 12 വിളിച്ചെടുത്തിട്ട് കൊണ്ടാണ് ഞാൻ രാവിലെ എന്താണ് ആ ടൈമിൽ വന്നിട്ട് ആ മാന്തിയൊക്കെ ഒന്നും കണ്ടില്ല. പിന്നെ രാത്രി 12 വിളിച്ചപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറി വണ്ടി അവിടെ കൊടുക്കാൻ മണ്ടി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പകൽ അവിടെ നോക്കി, പകൽ നോക്കിയ സമയത്ത് അവിടെ ഒന്നും കണ്ടില്ല. രാത്രി നോക്കിയ സമയത്ത് എങ്ങനെയാണ് ആ കുടം കണ്ടത്? പിന്നെ ഇവിടുന്ന് ഇതിന്റെ ഉള്ളിൽ സ്റ്റെപ്പ് കയറി ഇതിന്റെ മേലെ കൊടുക്കാൻ വേണ്ടി. പക്ഷെ ആ സാധനം ഇവിടുന്നാണ് ഇറങ്ങി വന്നത്. അത് കണ്ട സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മളടുത്തേക്ക് വന്നത്. അതന്നെ പറഞ്ഞ അവിടേക്ക് അജ്ജ് വീണ്ടും ഇന്നങ്ങോട്ട് ഓടിച്ചു കയറ്റി. ഞാൻ പിന്നെ റൂമിൽ അങ്ങോട്ട് ഓടണം. എന്തേലൊക്കെ ചെയ്യ കാട്ടിക്കൂട്ടി. കൂട്ടുകാരെ, ഇതേ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒന്നുകിൽ ഞങ്ങൾ ഇത് ഉടച്ച് നിർത്തുകയാണ്, അല്ലാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു നിർത്താനും നിൽക്കണ്ട. ഒന്നുമില്ല, ഞാൻ എന്റെ ജീവൻ പോവും, അല്ല എന്റെ ജീവൻ പോവും. രണ്ടാലും ഒന്ന് വിലയിടാവും. അതന്നെ. അത് ചിലപ്പം ഇതിന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. എന്നിട്ട് കുറ്റങ്ങളൊക്കെ ചിലപ്പം അറിയാത്ത പുറത്ത് ആരിസിനെ മേത്തേക്ക് ഇടും ചോദിക്കും. അതൊന്നും വേണ്ട, എനിക്കും അറിയണ കാര്യം എന്താ, ചിലപ്പോ ജീവൻ പോവാണെ പോയിക്കോട്ടെ. പണ്ടാറ വലക്ക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് എങ്ങനെങ്കിലും നാളെ എന്തെങ്കിലും ഒരു പോകാൻ വഴി കണ്ടെത്തും. എന്ത് പോകാൻ വഴി? ഒന്നും കണ്ട ഇത്രയും നാളായില്ലേ, ഇനി ഒന്നും കണ്ടെത്തല്ല. ഒരു കാര്യം ചെയ്താൽ നമുക്ക് നാളെ ഇതേ സമയത്ത് നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് ആ കുടത്തിനുള്ളിൽ മനസ്സിലായി. ഞാൻ എത്ര വട്ടം പറഞ്ഞ അതിന്റെ പിന്നാലെ പോവല്ലേ. ഞാൻ നോക്കി ഇതൊക്കെ ചെയ്തു. അനക്ക് ഇതിന്റെ പുറത്താണ് ഇത് കാട്ടിക്കൂട്ടുന്നത് എന്തായാലും. അല്ല പിന്നെ എന്താ പറയാ, ഇത് ശരിക്കും ഇതിനെ പഠിക്കാതെ ഇതിന്റെ ഇതിക്ക് ഞങ്ങൾ ഇറങ്ങലട്ടാ. കാരണം ഇപ്പൊ ഈ സാധനം ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അന്നെ കൊല്ലാല്ല, ഇന്നെ മാത്രം. അനക്കതാണ് ഇത്ര അന്നെ പിടിച്ചിട്ടുണ്ടോ ഈ പരിപാടി നിക്കോ? ഇത് നിക്കോ? ഇജ്ജ് വന്നിട്ട് എന്റെ കഴുത്തിൽ പിടിച്ചപ്പോൾ ഇജ്ജ് കൈ തട്ടി മാറ്റിയേ. ഉണ്ണേന്ന് വിളിച്ച് മാറ്റി. ഞാൻ കൂടെ നിന്നിട്ടുള്ളൂ, അന്നെ ഞാൻ ഇല്ലാതാക്കാൻ നോക്കിയിട്ടില്ല. അതാ പറഞ്ഞത്. വേണ്ട, അന്നെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുവോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരിസിനെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പോയിക്കൂടെ? ആരിസിന് വിട്ടുകൊടുക്കാൻ. ആരിസല്ല, ആരിസിന്റെ മേത്തേക്ക് കേറിക്കണമെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല പൊന്നാരനെ മച്ചാണ് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഈ പറയണത്. ഓതി തരുന്നത് ചെയ്യുന്നത് അല്ല. എന്താ ഒന്നുകിൽ നമ്മൾ ഇവിടെ നിർത്തണം, അല്ലാണ്ടെങ്കിൽ ഓരോ പിന്നാലെ തന്നെ പോകണം. നിർത്തൂല. ഓരോ പിന്നാലെ തന്നെ എന്റെ മജ്ജത്ത് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ശരി, ഞാൻ അതിനെ കൊണ്ടേ പോവുള്ളൂ. അജ് എന്തെങ്കിലും സംഭവിച്ചാലും എനിക്കൊരു വിഷയം വരില്ല. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കട്ടെ.